ഒരു എക്സ്ക്ലൂസീവ് വാർത്തയോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്ന. ഒരു എക്സ്ക്ലൂസീവ് ദൃശ്യം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടയിൽ ആന ഇടയുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. പടക്കം പൊട്ടിയിട്ടും ആനകൾ ശാന്തമായി നിൽക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പശ്ചാത്തലത്തിൽ പടക്കം പൊട്ടുന്നത് കേൾക്കാം. ശ്രദ്ധിക്കൂ, ആന ഇടുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളാണിത്. ആനകളെ അകലം പാലിച്ചു തന്നെ നിർത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്കത് കാണാം. ഇടയുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. പടക്കം പൊട്ടുന്നുണ്ട്. ആഘോഷവരവ് അറിയിച്ച് ദേശക്കാർ പടക്കം പൊട്ടിക്കുമ്പോഴും ആന ശാന്തമായി അകലം പാലിച്ചു തന്നെ നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് തിടമ്പേറ്റി ആനകൾ കൃത്യമായി അകലം പാലിച്ചു തന്നെ വരുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പടക്കം പൊട്ടിയത് കേട്ട് പരിഭ്രാന്തയായി പീതാംബരൻ മുമ്പിൽ നിന്ന് ഗോകുലിനെ കുത്തുകയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഈ നിമിഷം വരെയും ഇപ്പോൾ മാത്രമാണ് പീതാംബരൻ ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്. അതായത് പടക്കം പൊട്ടി തുടങ്ങുന്ന സമയത്തല്ല ആന ഇടഞ്ഞത് എന്നർത്ഥം. പടക്കം പൊട്ടി നിൽക്കുന്നു. ആ പടക്കം പൊട്ടിയതിൻ്റെ ശബ്ദം പശ്ചാത്തലത്തിലുണ്ട്. ആന ഇടയുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. സുനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനോജ് തോമസ്, ഗുഡ് മോർണിംഗ് സുനോജ്. എന്നാലും നമ്മളെ ആകെ നടുക്കിയ ഒരു വലിയ ദുരന്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളും ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഇന്നലെ അവസാനം വരെയും നമ്മളുടെ കേട്ടിരുന്നവരും കണ്ടിരുന്നവരും പറഞ്ഞത് പടക്കം പൊട്ടിയപ്പോൾ ആ ശബ്ദം കേട്ട് ഈ പീതാംബരൻ എന്ന ആന വിരണ്ടോടുകയും തൊട്ടു മുമ്പുള്ള ഗോകുലിനെ കുത്തുകയുമായിരുന്നു. തുടർന്നാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതും ദേവസ്വത്തിൻ്റെ ആ ഓടിട്ട കെട്ടിടം തകർന്നു വീഴുന്നതും. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പടക്കം പൊട്ടിത്തുടങ്ങിയിട്ടും പീതാംബരനും ഗോകുലും വളരെ സമാധാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ പീതാംബരനെ പ്രകോപിപ്പിച്ചത് മറ്റെന്തോ കാരണമാകാം, അല്ലേ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നിരവധി ആളുകളോട് സംസാരിച്ചിരുന്നു, തത്സമയം പ്രതികരണങ്ങൾ നൽകിയതാണ്. ആ സമയത്ത് ഈ ഭയന്നോടിയ ആളുകളൊക്കെ തന്നെ പറഞ്ഞത് കതിന പൊട്ടിയത് കേട്ട് ആന വിരണ്ടോടി എന്ന രീതിയിലാണ് പറഞ്ഞത്, ആന ഇടഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഘട്ടത്തിലും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം എല്ലാ ഉത്സവത്തിനും പോകുന്ന ആനകളാണ്, പടക്കം പൊട്ടുന്ന സ്ഥലത്ത് പോകുന്ന ആനകളാണ്, ഇവിടെ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിർത്തിയതെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തു വിടുന്നത്. ഏകദേശം 2.5 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് ഇത്. അവിടെ എത്തിയ ഒരു ആൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. രണ്ട് ആനകളും തിടമ്പേറ്റി നിൽക്കുന്നു. ഇന്നലെയൊക്കെ തന്നെ പറഞ്ഞത് പിന്നാലെ വന്ന പീതാംബരൻ ഗോകുലിനെ കുത്തിയെന്നാണ്. പക്ഷേ അത് തെറ്റാണ്. പീതാംബരൻ മുന്നിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിച്ചത് അല്ലെങ്കിൽ കതിന പൊട്ടിച്ചത് കൊണ്ട് ആന വിരണ്ടോടിയെന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ലെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് തിടമ്പേറ്റി 2 ആനകളും ക്ഷേത്രമുറ്റത്ത് അകലം പാലിച്ച് തന്നെ നിൽക്കുന്നു. മുൻപിലുള്ളത് പീതാംബരൻ ആനയാണ്, പുറകിലുള്ളത് ഗോകുൽ ആനയാണ്. അങ്ങനെ തിടമ്പേറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യം പീതാംബരൻ ആന മുന്നോട്ട് പോകുന്നു, പിന്നാലെ അകലം പാലിച്ച് തന്നെ ഗോകുൽ ആനയും പിന്നാലെ പോകുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിയണം, ഒരു വളവാണ്. ആ തിരിയുന്ന സ്ഥലത്ത് വെച്ച് പീതാംബരൻ ആന അവിടെ നിൽക്കുകയാണ്. അത് എന്തുകൊണ്ട് നിന്നു? ഇനി ആനപ്പാപ്പൻ നൽകിയ നിർദ്ദേശപ്രകാരം പീതാംബരൻ നിന്നതാണോ, അല്ലെങ്കിൽ മുൻപിൽ എന്തെങ്കിലും തടസ്സമുള്ളതുകൊണ്ട് നിന്നതാണോ, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഏകദേശം 60-80 മീറ്റർ അകലെ നിന്ന് പടക്കം പൊട്ടിച്ചെന്നാണ് ക്ഷേത്രഭാരവാഹികൾ പറയുന്നത്. പടക്കം പൊട്ടുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് ശബ്ദം നേരത്തെ കേൾക്കുന്നുണ്ട്. ഇനി നേരിട്ട് അതിന് വെളിച്ചം കണ്ടതുകൊണ്ട് നിന്നതാണോ, അതെന്താണെന്ന് അറിയില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തണം. ഏതായാലും പീതാംബരൻ ആന തിടമ്പേറ്റി അവിടെ നിൽക്കുന്നു. ആ സമയത്ത് പിന്നാലെ വന്ന സ്വാഭാവികമായിട്ടും ഗോകുലാനയും അവിടെ അകലം പാലിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷേ ഗോകുലാന എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇടതുവശം ചേർന്ന് ഈ പീതാംബരൻ ആനയുടെ ഇടതുവശം ചേർന്ന് സമാന്തരമായി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടായ രീതിയിൽ പീതാംബരൻ ആന തുമ്പിക്കൈയും കൊമ്പും ചേർത്ത് വെച്ച് പെട്ടെന്ന് ഗോകുലിനെ കുത്തുന്നതാണ് കാണുന്നത്. പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഈ ഗോകുലാന ഒന്ന് വേച്ച് ഇടതുവശത്തേക്ക് വീഴാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരു പ്രതിരോധം കൂടി ഗോകുൽ തീർക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് 2 ആനകളും ഏറ്റുമുട്ടലുണ്ടാകുന്നത്. അത് ആളുകൾക്ക് നേരെ ആനകൾ ഇടഞ്ഞിട്ടില്ല. ആനപ്പുറത്തുള്ള 2 ആനപ്പുറത്തുള്ള ആളുകളെയും കുലുക്കി, സാധാരണ ആന ഇടയുന്ന സമയത്ത് ആനപ്പുറത്തുള്ളവരെ കുലുക്കി ചാടിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ആനപ്പുറത്തുള്ളവരെ ആനകൾ കുലുക്കി താഴിടാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളെ ആക്രമിക്കാനും ശ്രമിച്ചില്ല. പക്ഷേ ഈ 2 ആനകളും പരസ്പരം കുത്തുകൂടുന്നു. അവിടെ നിന്ന് രക്ഷയില്ലാന്ന് കണ്ടതോടുകൂടി ഈ ഗോകുൽ ആന രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നതാണ് കാണുന്നത്.
അങ്ങനെ ഓടുന്ന സമയത്തും പീതാംബരൻ ആന വിട്ടുകൊടുക്കുന്നില്ല. പിന്നാലെ പോയി ആ ഗോകുലിന് പുറകിൽ കുത്താനുള്ള ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പീതാംബരന് പ്രകോപനം ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ രാവിലെയും ശിവേലയ്ക്ക് 2 ആനകളെ എഴുന്നള്ളിപ്പിച്ചിരുന്നു എന്ന് ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നിന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ആന ഇന്നലെ രാവിലെ, മറ്റൊരു ആന മിനിങ്ങാന്നുമാണ് വന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് ഈ പീതാംബരൻ ആനയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടായി, ഈ ഗോകുൽ ആനയ്ക്കെതിരെ പ്രകോപനം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇനി ഒരു പക്ഷേ സമാന്തരമായി കയറി വന്ന് ആ ആനയ്ക്കൊപ്പം നിന്നതുകൊണ്ടാണോ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടാണോ, പല വ്യാജവാർത്തകളും ഉണ്ടാവും. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുമ്പോൾ തിടമ്പേറ്റി കഴിയുന്ന സമയത്തും ആന പടക്കം പൊട്ടുന്ന സമയത്തും ആഘോഷ വരവുകാരുടെ ദേശക്കാരുടെ പടക്കം പൊട്ടുന്ന സമയത്തും ആന ശാന്തമായി ക്ഷേത്രത്തിന് ശ്രീകോവിലിനും മുന്നിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പടക്കം പൊട്ടിത്തുടങ്ങിയ സമയത്ത് പീതാംബരൻ പ്രകോപിതനായിട്ടില്ല. പീതാംബരൻ ഗോകുലിനെ കുത്തുന്നില്ല. അതിനുശേഷമാണ് പടക്കം പൊട്ടി കുറേ നേരം കഴിഞ്ഞതിനു ശേഷമാണ് പീതാംബരൻ ഗോകുലിനെ കുത്തുന്നത്. അസ്വസ്ഥനാവാൻ മറ്റെന്തോ കാരണങ്ങൾ ഉണ്ടാകും എന്നർത്ഥം.